നോക്കൂ, ഇന്ന് ലോകത്ത് അറബ് രാജ്യങ്ങളിൽ ഈദ്ഗാഹുകളില്ല. അറബ് രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മൈതാനങ്ങളിൽ വിശാലമായ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കാറുള്ളത്. അറബ് രാജ്യങ്ങളിൽ നിന്ന് ഈദ്ഗാഹുകളില്ല, പബ്ലിക്കിലെ സംഗമങ്ങളില്ല, അവിടെ പ്രഭാഷണങ്ങളില്ല. എല്ലാവരും പള്ളിയുടെ ഉള്ളിൽ ഈ കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു കൊള്ളണം. എന്താണ് അതിന്റെ കാരണം? അവിടെ യുദ്ധത്തിന്റെ ഭീതിയിലാണ്, അവിടെ ബോംബുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു, അവിടെ ക്ലസ്റ്റർ ബോംബുകൾ വീണുകൊണ്ടിരിക്കുന്നു, അവിടെ പാട്രിയോട്ടിക് മിസൈലുകൾ വീണുകൊണ്ടിരിക്കുന്നു. അവിടെ ആളുകൾക്ക് ഭീതിയാണ്. കാരണം അവരെ അല്ലാഹു ഭയപ്പാട് കൊണ്ട് പരീക്ഷിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രയേൽ എന്ന് പറയുന്ന ലോക ഭീകരവാദ രാഷ്ട്രം, ലോകത്തിലെ ഏറ്റവും നീചന്മാർ ജീവിക്കുന്ന രാഷ്ട്രം, ലോകത്തിൽ മനുഷ്യത്വം പരിപൂർണമായി നശിച്ചുപോയ ഭരണാധികാരികൾ അത് ഉദയം ചെയ്ത നാട് മുതൽ ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രം. ആ രാഷ്ട്രം ഫലസ്തീനിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പാവപ്പെട്ട കുട്ടികളുടെ മേൽ അവിടെ ആയുധങ്ങളിൽ നമുക്കറിയാം, അവർ തിരിച്ചു ബോംബുകൾ ഇടുന്നില്ല, അവർ കല്ലെടുത്തെറിയുകയാണ്. അത്രയും നിസ്സഹായരായ പാവപ്പെട്ട പിഞ്ചു പൈതങ്ങൾക്ക് അവിടെ ഇന്ന് ഇതുപോലെ സംഗമങ്ങളില്ല എന്ന് നാം അറിയണം.